കുറേ വർഷങ്ങളായി വീട്ടിൽ ഒരു നിധി ഒളിഞ്ഞിരിക്കുകയാണ്. നിങ്ങളത് അറിയുന്നുമില്ല. ഒരു ദിവസം രേഖകൾ അന്വേഷിക്കുന്നതിനിടയിൽ വീട്ടിലെ ഒരു പഴയ അലമാരയിലെ പഴകിയ ഒരു ബാഗിൽ നിന്നും അത് ലഭിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗ്യം അല്ലേ? ജീവിതകാലം മുഴുവൻ അല്ല, തലമുറകളോളം ആഡംബരമായി തന്നെ കഴിയാനുള്ള സ്വത്ത്. എത്ര നല്ല സ്വപ്നം എന്ന് കരുതാൻ വരട്ടെ. നിക്ഷേപകനായ സൗരവ് ദത്ത എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് എഴുതിയത്. വാങ്ങുക, മറന്നേക്കുക. ഓഹരി വിപണിയിൽ ദീർഘകാല നിക്ഷേപകർ പിന്തുടരുന്നൊരു തന്ത്രമാണിത്. വർഷങ്ങൾ കഴിയുമ്പോൾ നിക്ഷേപത്തിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന വർധന അതിശയിപ്പിക്കുന്നതാണ്. 1,00,000 രൂപ ചെലവാക്കി 1990കളിൽ വാങ്ങിയൊരു ഓഹരിയുടെ മൂല്യം അതിശയിപ്പിക്കുന്നതാണ്. കേട്ടാൽ ഞെട്ടിപ്പോകും. 80 കോടി രൂപ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നൊരു പഴയ ഓഹരി സർട്ടിഫിക്കറ്റ് ചൂണ്ടിക്കാട്ടി സൗരവ് ദത്ത എന്നയാളാണ് എക്സ് പോസ്റ്റിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. 1995 വാങ്ങിയ ജിൻഡാൽ വിജയനഗർ സ്റ്റീലിന്റെ ഷെയർ സർട്ടിഫിക്കറ്റാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1,00,000 വാങ്ങിയ ഓഹരിയുടെ ഇന്നത്തെ മൂല്യം 80 കോടി രൂപയാണെന്നാണ് സൗരവ് ദത്ത കണക്കാക്കിയിരിക്കുന്നത്. ഇന്ന് വാങ്ങി 30 വർഷത്തിന് ശേഷം വിൽക്കുന്നതിന്റെ ശക്തിയാണിത്. JSW സ്റ്റീലിന്റെ ആദ്യ രൂപമായ ജിൻഡാൽ വിജയനഗർ സ്റ്റീലിന്റെ ഒറിജിനൽ ഷെയർ സർട്ടിഫിക്കറ്റുകളുടെ ചിത്രം സഹിതമാണ് പോസ്റ്റ്. പിതാവ് വാങ്ങിയ ഓഹരി സർട്ടിഫിക്കറ്റുകളുടെ ചിത്രം റെഡിറ്റിൽ നിന്നാണ് ലഭിച്ചതെന്നും കുറിപ്പിലുണ്ട്. 1990കളിൽ ഒരു ഓഹരിയിൽ 1,00,000 രൂപ നിക്ഷേപിക്കാനുള്ള തീരുമാനം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് ഒരു കമൻ്റുണ്ട്. 10,000 രൂപ നിക്ഷേപിച്ചാലും ഇന്നത്തെ മൂല്യം 8 കോടിയാകുമെന്ന് മറ്റൊരു കമന്റ് ഓർമ്മപ്പെടുത്തുന്നു. 1990ലാണ് ജിൻഡാൽ വിജയനഗർ സ്റ്റീലിന്റെ IPO നടന്നതെന്നും കമന്റിലുണ്ട്. നല്ല ബിസിനസ്സുകളാണെങ്കിൽ വിൽക്കാൻ തിരക്ക് കൂട്ടരുത്. ഫണ്ടമെന്റലി ശക്തിയുള്ള കമ്പനികളാണെങ്കിൽ വളരാൻ സമയം നൽകണം. സ്റ്റോക്ക് സ്പ്ലിറ്റുകളും ബോണസ് ഓഹരിയും ഡിവിഡൻഡും ചേർന്ന് മികച്ച നേട്ടമാകും എന്നാണ് മറ്റൊരു കമന്റ്. 1995ലാണ് ജിൻഡാൽ വിജയനഗർ സ്റ്റീലിന്റെ പ്രാഥമിക ഓഹരി വിൽപ്പന നടക്കുന്നത്. പിന്നീട് ജിൻഡാൽ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി ലയിച്ച് 2005ൽ JSW സ്റ്റീൽ രൂപീകരിക്കുകയായിരുന്നു. അന്ന് ജിൻഡാൽ വിജയനഗർ സ്റ്റീലിന്റെ ഒരു ഓഹരി കൈവശം വെച്ചവർക്ക് 16 JSW സ്റ്റീൽ ഓഹരികളാണ് ലഭിച്ചത്.